അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാരെ SFI വിജയിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് റെഡി ആയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് ഈ കഥ ഒരു ട്വിസ്റ്റഡ് വേർഷൻ ആക്കിയതെന്നാണ് രൂപേഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാനത് കണ്ടിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഇതിൻ്റെ അകത്ത്. ഇപ്പം ബേസിക്കലി ഇപ്പൊ രൂപേഷേട്ടനും ടോമേട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർ തമ്മിലുള്ള ചർച്ച ഞാൻ അറിയണമെന്നില്ല. കാരണം ഇവര് ജിനോയും ഇവരെല്ലാം, കാരണം ആ സിനിമ മെക്സിക്കൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കുന്നത് അത് അൾട്ടിമേറ്റ്ലി ഗംഭീര മേക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ കഥ ഫ്രഷ് ആയോണ്ടൊന്നുമല്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്തേലും പ്രൂവ് ചെയ്യണം. ഇപ്പം ടൊവി ആണെങ്കിലും ഗപ്പി കഴിഞ്ഞിട്ട് ടൊവിക്ക് പ്രൂവ് ചെയ്യണം ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആക്ടർ, ഹീറോ മെറ്റീരിയൽ എനിക്കിവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. നീരജ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ ഫേസിലായിരുന്നു നീരജ് ഉണ്ടായിരുന്നത്. പണ്ട് കോമഡി എന്നല്ലാതെ എനിക്ക് ക്യാരക്ടർ റോളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നീരജ് അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ ചെയ്തത്. രൂപേഷേട്ടൻ എന്ന് പറയുന്നത്, രൂപേഷേട്ടൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പണ്ട് അഭിനയിച്ച് വെച്ചിരുന്ന കൾട്ടായിട്ടുള്ള സാധനം പോലെ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഉള്ളൊരു പവറിലാണ് രൂപേഷേട്ടൻ വന്നത്. രൂപേഷേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോമിൻ്റെ പടം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ് രൂപേഷേട്ടൻ അതിന് ഇതായിട്ട് നിന്നതും, അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അടിപൊളിയായിരിക്കണം എന്ന് പറഞ്ഞ് പുള്ളി കൂടെ നിന്നതും, എല്ലാവരും എന്തേലും പുതിയതായിട്ട് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു പടമാണത്. ജിനോ പോലും ടോമേൻ്റെ കൂടെ ഒക്കെ നിന്നത് എൻ്റെ അതിൻ്റെ ജിനോ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് ഞാനത് കണ്ടിട്ടുള്ള, കാരണം നമ്മളൊക്കെ അത്രത്തോളം ആ സിനിമയുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ അത്ര ആൾക്കാരുടെ പോസിറ്റിവിറ്റിയാണ് ആ സിനിമയുടെ ഇതായിട്ട് റിഫ്ലക്ട് ചെയ്തത്.